എൻ്റെ പേഴ്സണൽ സജഷൻ ഞാൻ എപ്പോഴും എല്ലാവരോടും കൺവേ ചെയ്യുന്ന പോലെ നിങ്ങളൊരു EV എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ EV വാഹനം യൂസ് ചെയ്യുന്ന പലരുടെ മനസ്സിലൊരു പ്രശ്നമാണ് ടയേഴ്സ് പെട്ടെന്ന് തേഞ്ഞ് ലെവലായിട്ടുള്ള റോഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ റേഞ്ച് കിട്ടും. പക്ഷേ ഞാനിവിടെ ഹൈ റേഞ്ച് പിടിച്ചതിൻ്റെ കാര്യം നമ്മളൊരു ഹൈ റേഞ്ച് കയറുമ്പോൾ നമുക്ക് ഉറപ്പാണ് റേഞ്ച് കുറവായിരിക്കും കിട്ടുന്നത്. അതാണ് നമുക്ക് കൃത്യം അറിയേണ്ടത്. കാരണം ഈ വാഹനം ഒരു ഹൈ റേഞ്ച് പർപ്പസിലൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുമോ, എത്ര കിട്ടും? പലരും എന്നോട് ചോദിക്കുന്നൊരു കാര്യമാണ്, നമ്മളൊരു EV ഒക്കെ ആയിട്ടൊരു ഹൈ റേഞ്ച് പോവുകയാണെങ്കിൽ ഈ വാഹനം വലിക്കുമോ എന്നുള്ളത് സംശയം. റേഞ്ച് ആങ്സൈറ്റിയാണ് നമുക്കൊക്കെ മെയിനായിട്ട് EV എടുക്കുന്നതിൽ കുറച്ചൊന്ന് പുറകോട്ട് വലിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം. അപ്പം ഞാൻ നോക്കിയെടുത്തോളം ഒരു എൻജിൻ വർക്ക് ചെയ്യുന്ന സമയത്ത് നോർമലായിട്ട് ഉണ്ടാകുന്ന വൈബ്രേഷൻസും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും തന്നെ ഒരു 130 കിലോമീറ്ററോളം ഞങ്ങൾ കവർ ചെയ്തു. കുമളി കഴിഞ്ഞു കമ്പന്തേരി പോകുന്ന റോഡ് അതായത് നമ്മുടെ തമിഴ്നാട് സൈഡിലോട്ട് കയറിയിട്ടുണ്ട്. ഏകദേശം 172 കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുണ്ട്. 4 മണിക്കൂർ 32 മിനിറ്റാണ് നമ്മളിപ്പോൾ ഈ വാഹനം ഡ്രൈവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏറെക്കുറെ എനിക്ക് ഈ ഒരു 170 കിലോമീറ്റർ ഓടിച്ചതിൽ ഇന്നിപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഹുണ്ടായുടെ ക്രെറ്റ EV ആണ്. EVയുടെ ഒരു ഫുൾ റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു റേഞ്ച് ടെസ്റ്റാണ്. അതായത് ഒരു പ്യുവർ റേഞ്ച് ടെസ്റ്റ്. ഫുൾ ചാർജിൽ നിന്ന് നമ്മൾ മാക്സിമം ഡ്രൈവ് ചെയ്ത് തീർക്കാൻ വേണ്ടി നോക്കുകയാണ്. എത്ര കിലോമീറ്റർ റേഞ്ച് നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമുക്ക് ഈ ഒരു വാഹനം തന്നിരിക്കുന്നത് നമ്മുടെ പോപ്പുലർ ഹുണ്ടായാണ്. അപ്പോൾ അവർക്കൊരു വലിയ നന്ദി പറഞ്ഞേക്കാണ്. ഏതായാലും നമുക്ക് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മളിപ്പം ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതിനകത്ത് ഇപ്പം 63% ഉണ്ട്. 1 മണിക്കൂറും 16 മിനിറ്റും ഇത് ചാർജ് ചെയ്യാൻ എടുക്കുന്നതാണ്. ഒരു ചായയൊക്കെ കുടിച്ചൊന്ന് സെറ്റ് ആവുന്ന നേരം കൊണ്ട് ഇത് ഫുൾ ചാർജ് ആവുന്നത്. ബാറ്ററി ചാർജ് ആവുന്നത് എവിടെ ഇരുന്നാണെങ്കിലും ഇപ്പം എൻ്റെ ഫോണിൽ എനിക്കിപ്പം കൃത്യമായിട്ട് അറിയാൻ സാധിക്കും ഈ ബാറ്ററിയുടെ ചാർജ് എത്രയുണ്ടെന്ന്. ഇപ്പം 88% ചാർജ് ആകുന്നു. ചാർജ് ചെയ്യുന്നത് 19.47 kWh. അപ്പം നമ്മുടെ ചാർജും കാര്യങ്ങളൊക്കെ ഇതിൽ അറിയാൻ സാധിക്കും. അതുകൊണ്ട് എവിടെയെങ്കിലും പോയി ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കുകയും ചെയ്യാം. അതൊരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പം ഏകദേശം ഫുൾ ആകാറാകുമ്പോഴത്തേക്ക് നമുക്ക് വാഹനത്തിൻ്റെ അടുത്തോട്ട് വരികയും ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഫുൾ ചാർജ് ആക്കിയിരിക്കുകയാണ്. നമ്മുടെ ബാറ്ററിയുടെ പെർസെൻറ്റ് കാണിക്കുന്ന 100% ആണ്. 472 കിലോമീറ്ററാണ് റേഞ്ച് കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ വാഹനം സ്റ്റാർട്ട് കണ്ടീഷനിലാണ്. ഒരു മിനിറ്റ്, ഞാനിപ്പോൾ ഒന്ന് ഓഫ് ചെയ്യുന്നു. ഇപ്പോൾ 525 റേഞ്ച് കാണിക്കുന്നുണ്ട്, നമുക്ക് കാണാം. ഞാൻ ഒന്നുകൂടെ ഒന്ന് വാഹനം ഓൺ ചെയ്തു. റെഡിയാണ് ടു ഡ്രൈവ്. 501 കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ 501 മാറുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഡ്രൈവ് മോഡ് നമ്മൾ ചേഞ്ച് ചെയ്യും. ഇപ്പോൾ ഇക്കോ മോഡിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ 485, അത് തന്നെ നോർമൽ മോഡാണെങ്കിൽ 471, സ്പോർട്സ് മോഡിലാണെങ്കിൽ 457. അപ്പം ഞാൻ നോർമൽ മോഡാണ് യൂസ് ചെയ്യുന്നത്. AC ഓഫ് കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ AC ഫുൾ ഓഫ് കണ്ടീഷനിൽ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് 524 കാണിക്കുന്നുണ്ട്. എന്നാൽ AC ഞാൻ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഓട്ടോ മോഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ 496 അത് കുറച്ചുകൂടെ ഒന്ന് കുറയും. ഡിപ്പെൻസ്. ഓട്ടോ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ, അതായത് ഇടയ്ക്ക് ഓഫ് ചെയ്തൊക്കെ വർക്ക് ചെയ്യുന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ റേഞ്ച് ഡിഫറൻസ് കാണിക്കുന്നത്. ഏതായാലും ഞാൻ ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ നോർമലിൽ മാത്രമാണ് ഓടിക്കുന്നത്. AC ഫുൾ ടൈം ഓൺ ആയിരിക്കും. ഏതായാലും നമുക്കൊന്ന് ഡ്രൈവ് ചെയ്യാം. ഗിയർ ലിവറിൻ്റെ ഈ സൈഡിലാണ് വരുന്നത്. അത് മാത്രമേ എനിക്ക് ചെറിയൊരു നെഗറ്റീവായിട്ട് തോന്നിയില്ല. പക്ഷേ ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആകട്ടോ. ടു ബി വെരി ഫ്രാങ്ക്, ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട് മാത്രം നമുക്കത് ശരിക്കും ഫീൽ ചെയ്യത്തുള്ളൂ. പക്ഷേ പിന്നീട് അതൊരു ബുദ്ധിമുട്ടായിട്ടേ തോന്നത്തില്ല. 360 ഉള്ളതിൻ്റെ ഗുണം നമുക്ക് ശരിക്കും അറിയാൻ പറ്റും കേട്ടോ. ഭയങ്കര അഡ്വാൻറ്റേജാണ്. ഓക്കെ, ഇനി ഫ്രണ്ടിലത്തെ ഈ കാറിൻ്റെ ഗ്യാപ്പ് എനിക്ക് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പോകത്തില്ല എന്നുള്ളൊരു രീതി എനിക്ക് തോന്നത്തുള്ളൂ. പക്ഷേ 360 ഉള്ളതിൻ്റെ ഗുണം കണ്ടോണം, കൃത്യമായിട്ട് കയറിപ്പോവും എന്ന് തന്നെ അത് കാണിക്കുന്നുണ്ട് കേട്ടോ. യെസ്, എന്നാലും എനിക്കൊരു ടെൻഷൻ ഉള്ളതുകൊണ്ട് ഞാനൊന്നുകൂടെ പുറത്തോട്ട് എടുക്കുകയാണ്. പിന്നെ ആളും കൊച്ചും. ഓക്കെ, അപ്പം നമ്മളിത് ഡ്രൈവ് ചെയ്യുന്നു. നമ്മുടെ കിലോമീറ്റർ ഒന്ന് റീസെറ്റ് ചെയ്യാം ഫസ്റ്റ്. ഓക്കെ, എല്ലാം 0 ആക്കിയിട്ടുണ്ട്. നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പം നമ്മുടെ 0 കിലോമീറ്റർ നമ്മൾ ഇറങ്ങുന്ന ടൈം എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം 11:45. കുറച്ച് ലേറ്റായിപ്പോയി, കാരണം വാഹനം ചാർജ് ചെയ്യാൻ ടൈം എടുത്തു. 60 കിലോവാട്ടാന്ന് പറഞ്ഞാലും നമുക്കൊരു 30 കിലോവാട്ട് വെച്ചാണ് സെറ്റ് ആയിക്കൊണ്ടിരുന്നത്. അപ്പം നമുക്ക് ഏതായാലും ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ കുറച്ച് കളർ ആയിക്കോട്ടെ, കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചേക്കല്ലേ. ഓക്കെ, അപ്പം നമ്മൾ ഈ വാഹനം ഏകദേശം 2.5 കിലോമീറ്ററേ ഓടിച്ചിട്ടുള്ളൂ. ഡ്രൈവിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു EV ഓടിക്കുന്നതിൻ്റെ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ ഒന്ന് വേറെ തന്നെ. കാരണം നമുക്ക് ഒട്ടും വൈബ്രേഷൻസോ കാര്യങ്ങളോ, കാരണം നോർമലി നമ്മളൊരു IC എഞ്ചിൻ ഓടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു IC വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഒരു വൈബ്രേഷൻ, ചെറിയൊരു വൈബ്രേഷനെങ്കിലും ഫീൽ ചെയ്യും. പക്ഷേ ഇവിടെ ആ ഒരു പ്രോബ്ലം നമുക്ക് വരുന്നേ ഇല്ല. പിന്നെ ഞാനിത് റീജിയൻ ലെവൽ 2ലാണ്
ഡ്രൈവ് ചെയ്യുന്നത്. 3 ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റീജിയൻ ആയിരിക്കും. അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ 2-ലാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ നോർമലിലാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഡ്രൈവിങ് നല്ല കംഫർട്ടബിളാണ്. ഏകദേശം ഈ വാഹനം 11,671 കിലോമീറ്റർ 11,671 കിലോമീറ്റേഴ്സാണ് ഈ വാഹനം ഇപ്പോൾ ഓടിയിരിക്കുന്നത്. അപ്പോൾ ഈ റേഞ്ചിൽ തന്നെ ഞാൻ വെച്ചങ്ങ് പിടിക്കുകയാണ്. കുമളി പോകാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 120 കിലോമീറ്റർ അല്ലെങ്കിൽ 150 കിലോമീറ്ററോളം വൺ സൈഡ് വരുന്നുണ്ട്. അവിടുന്ന് കുറച്ചുകൂടെ അങ്ങോട്ടൊക്കെ കറങ്ങി ബാറ്ററിയുടെ ചാർജ് അനുസരിച്ച് ഇപ്പം 481 ആണ് നിലവിൽ കാണിക്കുന്നത്. 99% ചാർജ് വിത്ത് AC കംപ്ലീറ്റ് ഓൺ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും ഡ്രൈവ് ചെയ്യാം. ഇപ്പോൾ ഒരു EVയുടെ കാലഘട്ടം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇഷ്ടംപോലെ EV വാഹനങ്ങൾ ഇറങ്ങുന്നുണ്ട്. പലരും ഒരു സംശയമാണ്, അല്ലെങ്കിൽ പലരും സംശയിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EV എടുക്കണോ, അത് വെർത്താണോ. ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തികൾ പറയുന്നൊരു കാര്യമാണ്, EV എടുത്തു കഴിഞ്ഞാൽ യൂസ് ചെയ്ത് മുതലാക്കിക്കോണം. അത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മളെപ്പോഴും ഒരു വാഹനം എടുക്കുമ്പോൾ റീസെയിൽ വാല്യൂ എന്നുള്ളൊരു ഐഡിയ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്കൊരു കിട്ടിയില്ലെങ്കിലോ അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് നമുക്ക് തിരിച്ച് കിട്ടിയില്ലെങ്കിലോ എന്നൊക്കെ ഒരു ചിന്ത വരും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് ഡ്രൈവ് ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും EV സൂട്ടബിളാണ്. പ്രത്യേകിച്ച് നമ്മളൊരു EV വാഹനം എടുക്കാൻ നോക്കുമ്പോഴാണെങ്കിലും റേഞ്ച് ഉള്ള വാഹനം എടുക്കുക. അതായത് ചില വാഹനങ്ങൾ നമുക്കറിയാം 150 കിലോമീറ്റർ അല്ലെങ്കിൽ 200 കിലോമീറ്ററൊക്കെ കിട്ടുമെന്ന് കമ്പനി പറഞ്ഞാലും അതിൽ താഴെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇപ്പം ഞാൻ ഈ ഹുണ്ടായി ക്രെറ്റയുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ക്രെറ്റയുടെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ നോക്കിയെടുത്തോളം 473 കിലോമീറ്ററാണ് അവരുടെ ടോപ്പ് റേഞ്ച് പറയുന്നത്. ഈ 473 കിലോമീറ്റർ പറഞ്ഞാൽ നമുക്കതിനകത്ത് ഉറപ്പിക്കാം ഒരു 450 കിട്ടും എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. നമുക്ക് ഇന്നിപ്പോൾ അറിയാം ഏകദേശം ഇപ്പം 450 കിലോമീറ്റർ കൂടെ നമുക്ക് ഡ്രൈവ് ചെയ്യാനുള്ള റേഞ്ച് ഇപ്പം ഈ വാഹനത്തിൽ നമുക്ക് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം 11 കിലോമീറ്റർ ഇപ്പം കവർ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓവർടേക്ക് ചെയ്യണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്നുള്ള. കാരണം ജസ്റ്റ് ഒരു കിക്ക് കൊണ്ട് തന്നെ ഒരു IC എഞ്ചിനിലൊക്കെ പവർ കയറി വരാൻ വേണ്ടി എടുക്കുന്ന ഒരു ടൈം, അല്ലെങ്കിൽ ആ പവർ ജനറേറ്റ് ചെയ്ത് വരേണ്ട ടൈമിൻ്റെ പകുതി പോലും നമുക്കിവിടെ വരുന്നില്ല. കാരണം ഇതൊരു മോട്ടറാണ്. ഈ മോട്ടറിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് പവർ ഡെലിവറി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രൈവിങ് ശരിക്കും നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങ് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ തന്നെ ഏകദേശം 12 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് തവണ ഇത് 80+ കയറിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. കാരണം നല്ല റോഡാണെങ്കിൽ നമ്മളറിയാതെ കാല് കൊടുത്തു പോകും, നല്ല രീതിക്ക് ഇത് കയറുന്നുമുണ്ട്. അതൊരു അഡ്വാൻറ്റേജാണ്. എൻ്റെ പേഴ്സണൽ സജഷൻ ഞാൻ എപ്പോഴും എല്ലാവരോടും കൺവേ ചെയ്യുന്ന പോലെ, നിങ്ങളൊരു EV എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ആദ്യം ഇത് ഡ്രൈവ് ചെയ്ത് നോക്കണം. നിങ്ങൾക്കത് കംഫർട്ടബിൾ ആണോ എന്ന് നോക്കണം. ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ കാര്യം പറയാനാണെങ്കിൽ തന്നെ ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ, സസ്പെൻഷന് എല്ലാം കൊണ്ടും നല്ല വർത്താണ്. പ്രത്യേകിച്ച് ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട്. അപ്പം ഇപ്പോഴത്തെ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ റോഡ് കണ്ടീഷൻസൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും വേണ്ട ഒരു കാര്യം ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ്, നല്ല സ്പേഷ്യസ് ആയിരിക്കണം. കാരണം നമ്മളൊരു 5 പേരൊക്കെ കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റണം. പ്രത്യേകിച്ച് ബാറ്ററി പാക്ക് താഴെ വരുന്നുള്ളതുകൊണ്ട് നമ്മുടെ ലെഗിൻ്റെ സ്പേസ് ഒട്ടും തന്നെ കുറയാൻ പാടില്ല. അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് ക്രെറ്റ എന്ന് ഞാൻ പറയും. ഇനി ഏതായാലും കുറച്ചുകൂടെ ദൂരം നമുക്ക് ഓടിക്കാം, എന്നിട്ട് ഓരോ വിശേഷങ്ങളായിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്യാം. നമുക്ക് ഈ ഒരു വാഹനം ഞാൻ ഈ പറഞ്ഞ പോലെ കൈവിട്ട് പോകും, അല്ലെങ്കിൽ അത്രയും പെർഫോമൻസ് വേണ്ട, നിങ്ങൾക്ക് നോർമലായിട്ട് ഓടിക്കണം എന്നുണ്ടെങ്കിൽ ക്രൂയിസ് കൺട്രോളിൽ വെച്ച് തന്നെ നമുക്കൊരു ലിമിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ മേളിൽ കാണാൻ സാധിക്കും, ഞാനൊരു 63 ലിമിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 63 കിലോമീറ്റർ സ്പീഡ്, അതിൽ കൂടാൻ പാടില്ല. ഞാൻ എത്ര ആക്സിലറേറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും ആ ഒരു ലിമിറ്റിൻ്റെ മുകളിലോട്ട് ഈ ഒരു വാഹനം പോകില്ല. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. അതൊരു ഭയങ്കര അഡ്വാൻറ്റേജ്. അത് സെറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ഇവിടെ ക്രൂയിസ് കൺട്രോളിൻ്റെ ബട്ടൺ ഉണ്ട്. ഇത് പ്രസ് ചെയ്ത് തന്നെ പിടിച്ചു കഴിഞ്ഞാൽ ആ ലിമിറ്റ് നമുക്ക് ഓൺ ചെയ്യാം. അത് ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാനും സാധിക്കും. കൊള്ളാം. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, EV വാഹനം യൂസ് ചെയ്യുന്ന പലരുടെയും മനസ്സിലൊരു പ്രശ്നമാണ്, ടയേഴ്സ് പെട്ടെന്ന് തേഞ്ഞ് തീരും. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്കൊരു വീഡിയോ ഷെയർ ചെയ്ത് തന്നായിരുന്നു. അതിനകത്ത് ഒരാൾ പറയുന്നുണ്ട് ടയേഴ്സിന് ഭയങ്കര പ്രൈസാണ്, ആകപ്പാടെ 25,000 കിലോമീറ്ററൊക്കെ ഓടിയിട്ടുള്ളൂ, പെട്ടെന്ന് തീർന്നു. ശരിക്കും അങ്ങനെ തീരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീരും. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുകയാണെങ്കിൽ, ഇപ്പം IC എഞ്ചിൻ ഓടിക്കുന്നു അല്ലെങ്കിൽ ഒരു നോർമൽ ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ ഓടിക്കുന്നത് പോലെ അല്ല ഒരു EV ഓടിക്കേണ്ടത്. നമ്മൾ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിനും ലൈഫ് കിട്ടും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാനാണെങ്കിൽ EV വാഹനത്തിൻ്റെ ബ്രേക്ക് പാഡ്, ടയർ, ഈ 2 കാര്യത്തിന് വേറെ കൂടുതലായിരിക്കും സാധാരണ വാഹനത്തിനെ അപേക്ഷിച്ച്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിന് കുറച്ചുകൂടെ ലോഡ് വരുന്നുണ്ട്, അതായത് ബാറ്ററി ലോഡ് കൂടുതൽ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ഇതിനകത്ത് ആൾക്കാരില്ലെങ്കിൽ പോലും ഈ വാഹനം ഓടുന്ന സമയത്ത് വെയിറ്റ് ഉള്ളതുകൊണ്ട്
നോർമലായിട്ടുള്ള വെയേഴ്സ് കൂടും, പ്രത്യേകിച്ച് ടയറിൻ്റെ കാര്യം പറയാനാണെങ്കിൽ. അന്നേരം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വളരെ ഗ്രാജുവലായിട്ടാണ് സ്പീഡ് ഗെയിൻ ചെയ്യുന്നതെങ്കിൽ, അതായത് ഞാനിപ്പോൾ ഈ വാഹനത്തിൽ കയറി, പ്രത്യേകിച്ച് ഈ ഒരു വാഹനമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കാല് ഞാനിപ്പോൾ ഒന്ന് തൊട്ടതേ ഉള്ളതേ പറന്നാങ്ങ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫോഴ്സ് നമുക്ക് വേണ്ട, നോർമലായിട്ട് നമുക്ക് വാഹനം ഓടിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ടയർ ലൈഫും കിട്ടും. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ പലരും ചെയ്യുന്ന എന്താ, ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തികൾ ചെയ്യുന്നൊരു കാര്യം, നന്നായിട്ട് ആക്സിലറേറ്റ് ചെയ്യും. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഓർക്കുന്നത് തന്നെ ബാറ്ററിയാണ്, ഒന്നും നമുക്ക് നഷ്ടം വരാനില്ല എന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം നഷ്ടം വരാനുണ്ട്, ടയറിൻ്റെ ലൈഫ് നമുക്കവിടെ കുറയും. അതുപോലെ തന്നെ ബ്രേക്കിങ് കൂടും. നമുക്ക് ചിലപ്പോൾ നല്ല സ്പീഡ് വന്നിട്ട് ഉടനെ സഡൻ ഒരു ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. ഇതൊക്കെ ശരിക്കും ഒരു പ്രശ്നമാണ്. അന്നേരം നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഗ്രാജുവലായിട്ട് മാത്രം സ്പീഡ് ഗെയിൻ ചെയ്യുക. അങ്ങനെ ഗ്രാജുവലായിട്ട് സ്പീഡ് ഗെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു ഗുണമെന്ന് പറഞ്ഞാൽ ടയറിൻ്റെ ലൈഫ് കൂടുതൽ കിട്ടും. 2, നമുക്കിതിനകത്ത് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതായത് റീജനറേറ്റീവ് ലെവൽ അഡ്ജസ്റ്റിംഗ് വരുന്നുണ്ട്. ഇതിപ്പോൾ 2, 3 കഴിഞ്ഞാൽ മാക്സിമം വരുന്നുണ്ട്. ഈ മാക്സിമം ഈ വാഹനത്തിലുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഐ-പെഡൽ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ഐ-പെഡൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒറ്റ പെഡൽ യൂസ് ചെയ്ത് നമുക്ക് ഈ വാഹനം ഡ്രൈവ് ചെയ്യാം. അതായത് സ്ലോ മൂവിങ് ട്രാഫിക്കിലാണെങ്കിലും സ്പീഡിൽ പോകുന്ന സമയത്താണെങ്കിലും ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുത്താൽ ബ്രേക്കിങ്ങിൻ്റെ എഫക്റ്റീവ്നെസ് നമുക്കവിടെ കിട്ടുകയാണ്. അതായത് റീജനറേഷൻ ലെവൽ നമ്മൾ മാറ്റുന്നതിനനുസരിച്ച്, ഇപ്പം ഞാൻ 2 ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു, ഞാൻ ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ വാഹനം ബ്രേക്കിംഗ് എഫക്റ്റ് ആണ്. അതായത് ശരിക്കും ഒരു IC എഞ്ചിൻ്റെ സെയിം വർക്കിംഗ് ആണ് നടക്കുന്നത്. അഥവാ ടയറിൽ നിന്ന് വരുന്ന എനർജി തിരിച്ച് ബാറ്ററിയിലോട്ട് കൊടുത്ത് ബാറ്ററി ചാർജ് ആക്കാൻ വേണ്ടി വാഹനം നോക്കുന്നുണ്ട്. ഇതുകൊണ്ട് 2 ഗുണം, നമുക്ക് ബ്രേക്ക് പാഡിന് ലൈഫ് കൂടുതൽ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ വാഹനം റീജനറേറ്റ് ആകുന്നുണ്ട്, കുറച്ചെങ്കിലും ബാറ്ററി നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് കഴിവതും നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ റീജനറേഷൻ ഒത്തിരി കൂട്ടിയിടാൻ ഞാൻ പറയത്തില്ല, ഏകദേശം ഒരു 2 ഇട്ട് ഓടിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് നമുക്ക് ബാറ്ററിയുടെ റേഞ്ചും കിട്ടും, ടയേഴ്സിന് ലൈഫ് കിട്ടും, ബ്രേക്ക് പാഡിനും ലൈഫ് കൂടുതൽ കിട്ടുന്നതായിരിക്കും. അങ്ങനെ നമ്മളിപ്പം ഏകദേശം 14 മൈലൊക്കെ എത്താറായിക്കൊണ്ടിരിക്കുന്നു. ആ റൂട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കുമിളി പിടിക്കാനുള്ള പ്ലാനാണ്, ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ ഇത് സ്പോൺസർ ചെയ്ത വീഡിയോ ഒന്നുമല്ല, എൻ്റെ സ്വന്തമായിട്ടുള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ വാഹനം എടുത്തിരിക്കുന്നത്. റേഞ്ച് കൂട്ടി നമുക്ക് കിട്ടണമെന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ ലെവലായിട്ടുള്ള റോഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ റേഞ്ച് കിട്ടും. പക്ഷേ ഞാനിവിടെ ഹൈ റേഞ്ച് പിടിച്ചതിൻ്റെ കാര്യം, നമ്മളൊരു ഹൈ റേഞ്ച് കയറുമ്പോൾ നമുക്ക് ഉറപ്പാണ് റേഞ്ച് കുറവായിരിക്കും കിട്ടുന്നത്. അതാണ് നമുക്ക് കൃത്യം അറിയേണ്ടത്. കാരണം ഈ വാഹനം ഒരു ഹൈ റേഞ്ച് പർപ്പസിലൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുമോ, എത്ര കിട്ടും അല്ലെങ്കിൽ എത്ര റേഞ്ച് കിട്ടും എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ ഈ പറഞ്ഞ പോലെ ഫുൾ ചാർജ് തന്നെയാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. അത്യാവശ്യം കയറ്റം കയറി തുടങ്ങിയിട്ടുണ്ട്. റീജനറേഷൻ ഞാൻ ലെവൽ 2 ആണ് ഇട്ടിരിക്കുന്നതെന്ന് പ്രത്യേകിച്ച് ഞാൻ എടുത്ത് ഒന്നുകൂടെ പറയുകയാണ്. റീജനറേഷൻ ഇപ്പം ശരിക്കും 0 ആക്കി ഇട്ട് കഴിഞ്ഞാലും കുഴപ്പമില്ല. കാരണം ഇവിടെ ഒരു ഫ്രീ റോഡായതുകൊണ്ട് എനിക്ക് റീജനറേഷൻ്റെ ആവശ്യം വരുന്നില്ല. ഇറങ്ങുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ റീജനറേഷൻ വേണ്ടി വരുന്നത്. കയറ്റം കയറുന്ന സമയത്ത് ഓഫ് ചെയ്തിടുന്നതുകൊണ്ട് നല്ലതാണെന്ന് ഞാൻ പറയും. കാരണം ഫ്രീ ആയിട്ടുള്ള റോളിംഗ് ടെൻഡൻസി കിട്ടുന്നുണ്ട്, റീജനറേഷൻ അവിടെ ഉണ്ടാകുന്നില്ല കയറ്റം കയറുമ്പോൾ മാത്രം. പക്ഷേ ഇറങ്ങുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഇട്ടോണം. ഞാൻ ഇവിടെ അത് ഓഫ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ ഇട്ടുകൊണ്ട് തന്നെയാണ് കയറ്റം ഫുള്ള് കയറാൻ പോകുന്നത്. റീജനറേഷൻ ലെവൽ 2 ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇറങ്ങുമ്പോൾ ആ സെയിം റീജനറേഷൻ ആയിരിക്കും ഇടുന്നത്. ഏകദേശം ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്പീഡ് എന്ന് പറഞ്ഞാൽ 80 താഴെയാണ് ഞാൻ മാക്സിമം നോക്കുന്നത്. ഓവർടേക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ കുറച്ചൊന്ന് സ്പീഡ് കയറി ഒന്ന് ഓവർടേക്ക് ചെയ്യേണ്ടി വരുന്നുള്ളൂ. ആ ഒരു റേഞ്ചാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് എഫിഷ്യൻസി കിട്ടാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ റോഡ് നിയമം പാലിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ ഒരു സ്പീഡ് പിടിക്കുന്നത്. ഏകദേശം 90 കിലോമീറ്റർ സ്പീഡോളം യൂസ് ചെയ്യാം, എന്നാലും ഞാൻ ഒരു 80 ഡൗണിലെ യൂസ് ചെയ്യുന്നുള്ളൂ ഈ ഒരു ഫുൾ ഡ്രൈവ് നമ്മൾ ചെയ്യാൻ വേണ്ടി. അപ്പം നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് യാത്ര ചെയ്യാം. അങ്ങനെ നമ്മൾ ഹൈ റേഞ്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും നല്ലൊരു ഫീലാണ്. സമയം ഏകദേശം 2:08 ആയിട്ടുണ്ട്. പക്ഷേ കാണുമ്പോഴത്തേക്കും നമുക്കറിയാം ഏകദേശം മങ്ങിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സോറി, കൂളിംഗ് ഗ്ലാസിൻ്റെ ഇതുകൊണ്ട് അല്ല. ഓക്കെ, ഏതായാലും മൊത്തത്തിലൊരു മൂഡലുണ്ട്. നിങ്ങൾക്കിപ്പം കാഴ്ചകളൊക്കെ കാണുമ്പോൾ വളരെ കൃത്യമായിട്ടത് മനസ്സിലാവുന്നതായിരിക്കും. ഏതായാലും എനിക്ക്
ശരിക്കും അത് പലരും എന്നോട് ചോദിക്കുന്നൊരു കാര്യമാണ്, നമ്മളൊരു EV ഒക്കെ ആയിട്ടൊരു ഹൈ റേഞ്ച് പോവുകയാണെങ്കിൽ ഈ വാഹനം വലിക്കുമോ എന്നുള്ളൊരു സംശയം തന്നെയാണ്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ഞങ്ങൾ 3 പേരുണ്ട് ഈ ഒരു വാഹനത്തിൽ, 3 പേരെ വെച്ച് ഒരു രക്ഷയില്ല. പ്രത്യേകിച്ച് ക്രെറ്റയുടെ ഒരു കാര്യം, ക്രെറ്റയുടെ ഒരു ഡ്രൈവ് വീഡിയോ ചെയ്ത സമയത്ത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫുൾ റിവ്യൂ ചെയ്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നു, കണ്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അത് ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാൻ ഇട്ടേക്കാം. ആ വീഡിയോയ്ക്കകത്ത് എനിക്ക് ശരിക്കും ഭയങ്കര എന്നെ പിടിച്ചിരുത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ഒരു പവർ ഔട്ട്പുട്ടാണ്. ജസ്റ്റ് ഒന്ന് കാല് കൊടുത്തു കഴിഞ്ഞാൽ വലിച്ചുകൊണ്ട് പോകുന്നൊരു ഫീല്. ഒരു കയറ്റം കയറുമ്പോഴാണെങ്കിൽ പോലും, ഇത്രയും നല്ല കുത്തനെയുള്ള കയറ്റവും കാര്യങ്ങളൊക്കെ കയറിയിട്ട് പോലും ഒരു മടുപ്പ് ഫീലോ അല്ലെങ്കിൽ ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഫീല് ചെയ്യത്തില്ല. അതൊരു വലിയ പോസിറ്റീവ് സൈഡാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഏകദേശം ഇപ്പോൾ ഈ വാഹനം ഓടിക്കാൻ തുടങ്ങിയിട്ട് 71.7 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1 മണിക്കൂർ 57 മിനിറ്റ് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ഇനി 81% ആയിട്ടുണ്ട്. 364 കിലോമീറ്റർ ഇനി ഓടാനുണ്ടെന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഞങ്ങളൊരു ലഞ്ച് ബ്രേക്ക് എടുത്തായിരുന്നു. എനിക്ക് തോന്നുന്നൊരു കൂടി പോയി 10-15 മിനിറ്റ് അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഡ്രൈവിലോട്ട് പോരുകയാണ്. ഏതായാലും സംഗതി ഒറ്റ രക്ഷയില്ല. റേഞ്ച് ആങ്സൈറ്റിയാണ് നമുക്കൊക്കെ മെയിനായിട്ട് EV എടുക്കുന്നതിൽ കുറച്ചൊന്ന് പുറകോട്ട് വലിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം. അപ്പം ഞാൻ നോക്കിയെടുത്തോളം എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഇഷ്ടപ്പെട്ടത് ഹുണ്ടായുടെ ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിനകത്ത് കൊടുത്തിരിക്കുന്ന EVയെക്കുറിച്ച്. ഇനി കൃത്യം 11.4 കിലോമീറ്ററിൽ അടുത്ത ചാർജിങ് സ്റ്റേഷനുണ്ട്. എൻ്റെ ഈ വാഹനം AC ഓൺ ആയിരിക്കുന്ന കണ്ടീഷനിൽ 364 കിലോമീറ്റർ ഓടും. AC ഓഫ് ആയിരിക്കുന്ന കണ്ടീഷനാണെങ്കിൽ 398 കിലോമീറ്റർ ഓടും. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻ കിട്ടുമ്പോൾ പേടി കൂടാതെ, അല്ലെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഈ വാഹനം ഓടിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഒരു ഹൈ റേഞ്ച് കയറ്റം തന്നെയാണ് കയറുന്നത്. കയറ്റം കയറുന്ന സമയത്ത് നമുക്കറിയാം കൂടുതൽ ലോഡ് നമ്മുടെ മോട്ടറിന് വരും. റീജനറേഷൻ നടക്കത്തില്ല. കാരണം റീജനറേഷൻ ചെയ്യാൻ വേണ്ട ഒരു ഓപ്ഷൻ ഇവിടെ കിട്ടുന്നേ ഇല്ല, ഒരു കാരണവശാലും കിട്ടത്തില്ല. ഫുൾ ടൈം നമ്മുടെ ചാർജ് വലിച്ചുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. റേഞ്ച് ആങ്സൈറ്റിയും വേണ്ട. കാരണം 355 കിലോമീറ്റർ ഇപ്പം നിലവിൽ ഓടാനുള്ളതെന്ന് കാണിക്കുന്നുണ്ട്. ഇതിലൊരു 55 കിലോമീറ്ററിന് മുമ്പായിട്ട് നമ്മളൊന്ന് ടെൻഷൻ അടിച്ചാൽ മതി. ടെൻഷൻ അടിക്കണമെന്നില്ല, പ്ലാൻ ചെയ്ത് പോകാൻ സാധിക്കും. പ്രത്യേകിച്ച് ഒരു ലോങ് ഡ്രൈവ് ഒക്കെ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഒരു പ്ലാൻ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ടെൻഷൻ ആകാതെ നിങ്ങൾക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് ഫാസ്റ്റ് ചാർജിങ്ങും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഈ ഒരു വാഹനം 58 മിനിറ്റ് കൊണ്ട് 10 to 80% ആകുന്നതായിരിക്കും. ഫുൾ ചാർജ് വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു എങ്ങനെയാണല്ലോ 1.5 മണിക്കൂറിന് മേളിൽ ഫാസ്റ്റ് ചാർജിങ് ആണെങ്കിൽ നമുക്ക് ആകും. ഇപ്പോൾ ഇന്ന് തന്നെ നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയ സമയത്ത് നമുക്ക് ഒരു 60 കിലോ വാട്ടിൻ്റെ ചാർജിങ് സ്റ്റേഷനിലാണ് നമ്മൾ പോയെങ്കിലും 2 വാഹനം ചാർജ് ചെയ്യുന്നുള്ളതുകൊണ്ട് 30 കിലോ വാട്ട് വെച്ച് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അത് ഒരു നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വേണം ഒരു ലോങ് ഡ്രൈവ് പോവുകയാണെങ്കിൽ. ഇനിയിപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഇത്രയും കിലോമീറ്റർ നമുക്ക് കിട്ടുന്നുള്ളതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട കാര്യം വരുന്നില്ല. അതുപോലെ തന്നെ എനിക്ക് ക്രെറ്റ EVയിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഫീച്ചറാണ് ഇതിൻ്റെ സസ്പെൻഷൻ സൈഡ്. കാരണം ഒട്ടും തന്നെ നമ്മളൊരു എഫേർട്ട് അറിയുന്നില്ലെന്നുള്ളത്. നല്ല മോശപ്പെട്ട വഴി പോയാൽ പോലും നമുക്ക് അത്രയും കൂടെ ഒരു ഗട്ടേഴ്സ് ചാടുന്ന ഒരു ഫീലേ കിട്ടുന്നില്ല. പ്രത്യേകിച്ച് ഈ നോർമൽ റോഡൊക്കെ ഒന്നും അറിയുന്നില്ല. അതായത് നല്ല റബ്ബറൈസ്ഡ് ടാറിങ്ങിൽ കൂടെ പോവുകയാണെങ്കിൽ നമ്മൾ ഒട്ടും അറിയത്തില്ല. എന്നാൽ അല്ലാത്ത ടാറിങ്ങിൽ കൂടെ പോകുന്ന സമയത്ത് പോലും നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഈ വാഹനത്തിൽ ഫീൽ ചെയ്യത്തില്ല. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എൻജിൻ വർക്ക് ചെയ്യുന്ന സമയത്ത് നോർമലായിട്ട് ഉണ്ടാകുന്ന വൈബ്രേഷൻസും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും തന്നെ ഒരു ക്ഷീണം തോന്നത്തില്ല, എത്ര ദൂരം ഓടിച്ചെന്ന് പറഞ്ഞാൽ പോലും. ഇപ്പം ഞാൻ ഏകദേശം ഒരു 76 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പക്ഷേ ആ ഒരു ഫീലിലുള്ള ഇതാണ് ഞാൻ പറയുന്നത്. ഏതായാലും നമുക്ക് ലാസ്റ്റ് ഈ ഫുള്ള് തീർന്ന് ഓടിച്ച് കഴിയുമ്പോഴത്തേക്കും ഉള്ളൊരു അവസാനത്തെ കൺക്ലൂഷനും കൂടെ ഞാൻ പറയാം എങ്ങനെയുണ്ടെന്ന് ഫുൾ എക്സ്പീരിയൻസ്. അങ്ങനെ ഏകദേശം 130 കിലോമീറ്ററോളം ഞങ്ങൾ കവർ ചെയ്തു. കുമളി കഴിഞ്ഞു കമ്പന്തേരി പോകുന്ന റോഡ് അതായത് നമ്മുടെ തമിഴ്നാട് സൈഡിലോട്ട് കയറിയിട്ടുണ്ട്. ഏകദേശം ഈ വാഹനം ഇപ്പോൾ നല്ല കുളമായിട്ടുണ്ട്, അതായത് മഴയൊക്കെ ഉണ്ടായിരുന്നു വരുന്ന സമയത്ത്. ഇനിയിപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു സ്പീഡ് ടെസ്റ്റ് ഒന്ന് ജസ്റ്റ് നോക്കുന്നുണ്ട്. ഏതായാലും ഈ വഴി കയറിയ സ്ഥിതിക്കൊന്ന് സ്പീഡ് ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ നല്ലൊരു റോഡ് കണ്ടു, സ്പീഡ് ടെസ്റ്റും കൂടെ നോക്കുന്നു. ഏകദേശം ഇപ്പം 65 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 129 അതായത് 130 കിലോമീറ്റർ നമ്മളിപ്പം ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏതായാലും ഒരു സ്പീഡ് ടെസ്റ്റും കൂടെ നോക്കാം. വാ.
ഓക്കെ, അപ്പോൾ സീറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഇലക്ട്രിക് ആയതുകൊണ്ട് എല്ലാം കറക്റ്റായിട്ട് നമ്മുടെ മെമ്മറി ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് ഇവിടെ ഇപ്പോൾ 2 മെമ്മറി ഫംഗ്ഷൻ ഉണ്ട്. മെമ്മറി ഫംഗ്ഷൻ സെറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ സെറ്റിംഗ് എല്ലാം ഞാൻ ഈ ഒരു വീഡിയോ, അതായത് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് കയറി ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏതായാലും ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്ത് പോവുകയാണ്. ഇപ്പം നമ്മൾ ലാസ്റ്റ് ഓടിയിരിക്കുന്ന വെച്ച് നോക്കുമ്പോൾ 128.7 കിലോമീറ്റർ, നമുക്ക് 66% ബാറ്ററി ചാർജ് ബാക്കിയുണ്ട്. 290 കിലോമീറ്റർ ഓടാനുണ്ട്. സ്പീഡ് ടെസ്റ്റും കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ റീജനറേഷൻ 0 ഇടുകയാണ്. AC ഓൺ കണ്ടീഷനിൽ തന്നെയാണ് പോകുന്നത്, വേറെ ഒരു മാറ്റവും വരുന്നില്ല. സ്പോർട്സ് മോഡും കൂടെ ഒന്ന് ഇടാം അല്ലേ. ഓക്കെ, അപ്പോൾ ഡ്രൈവ് മോഡ് ഞാൻ സ്പോർട്സും ആക്കിയിട്ടുണ്ട്. അപ്പോൾ സ്പോർട്സ് ആക്കിയപ്പോൾ നമ്മുടെ ഡിസ്പ്ലേ എല്ലാം ചേഞ്ച് ആയിരിക്കും, നിങ്ങൾക്ക് കാണാം. ഞാൻ വാഹനമൊക്കെ അത്യാവശ്യം ഒന്ന് പോട്ടെ എന്ന് വെച്ചു. ബാക്ക് ഫ്രീ ആയി. ഞാനിപ്പം റോഡിലോട്ട് കയറാൻ വേണ്ടി പോവാണ്. ഡ്രൈവ് മോഡാക്കി. യെസ്, അപ്പം ഞാനിപ്പോൾ റോഡിലോട്ട് ഇട്ടു. ഇനിയിപ്പോൾ ഞാനിവിടെ ഒന്ന് ബ്രേക്ക് ചെയ്തു. ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഫുൾ ത്രോട്ടിൽ 80, 100, 120. ബ്രേക്ക് ചെയ്തു, കാരണം റോഡിൻ്റെ കണ്ടീഷൻ ഇച്ചിരി ഈ ഭാഗത്ത് പ്രശ്നമുള്ളതുകൊണ്ട്. ഏതായാലും സെക്കൻഡ്സ്, വെറും സെക്കൻഡ്സ് മതി. 7.8 സെക്കൻഡ്സ് ആണ് കമ്പനി പറയുന്നത്. 7.9 സെക്കൻഡ്, സോറി 7.9 സെക്കൻഡ് ആണ് പറയുന്നത്. പക്ഷേ 7.8 തന്നെ തോകർത്ത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒരു സ്പോർട്സ് മോഡ് ഇടണമെന്ന് പോലും ഇല്ല എനിക്ക് തോന്നുന്നു. നമ്മളിപ്പം നോർമൽ ഇട്ടാൽ പോലും കയറിപ്പോകുന്നാൽ ഒരു രക്ഷയില്ല. ഞാൻ ഏതായാലും ഒന്നുകൂടെ നോക്കാം. റോഡ് അടിപൊളിയായി. ഓക്കെ, അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് വയ്ക്കാം. 0 തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. ബ്രേക്ക് ചെയ്തു, 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. യാ, ഓ, ഒരു രക്ഷയില്ല കേട്ടോ, പറന്നാവും അത്. സംഗതി സെറ്റാണ്. അപ്പോൾ കേരളത്തിലെ റോഡിൽ ഏതായാലും 120 പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് 120 പിടിക്കാൻ വേണ്ടി മാത്രം തമിഴ്നാട്ടിൽ വന്നൊരവസ്ഥയാണ്. ഇനി ഞങ്ങൾ പതുക്കെ തിരിക്കുക, അല്ല കുറച്ചുകൂടെ ഏതായാലും പോകാം. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു 50 അടുപ്പിച്ചാകുമ്പോഴത്തേക്കും തിരിക്കുക എന്നുള്ള ഒരു സെയിം റോഡ് തന്നെയാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. തിരിച്ചു പോകുന്ന സമയത്ത് കുറച്ചുകൂടെ ബാറ്ററി എനിക്ക് തോന്നുന്നു റീജനറേഷൻ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇറക്കമൊക്കെ ഇറങ്ങുന്ന സമയത്ത്, കയറ്റം കയറുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ബാറ്ററി കൺസപ്ഷൻ കൂടുതൽ, അതായത് റേഞ്ച് കൂടുതൽ കിട്ടാനുള്ള ചാൻസസ് കൂടുതലുണ്ട്. അപ്പം നമുക്ക് ഏതായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ കറക്റ്റ് ഒരു 55 ആകുമ്പോഴത്തേക്ക് തിരിച്ച് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ തമിഴ്നാട് പോർഷൻ കയറിയപ്പോഴേക്കും തൊട്ട് എല്ലാം 100 തന്നെ വെച്ച് പിടിക്കുന്നത്, അതായത് എല്ലാം 90+, 100 കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഇവിടെ ഇത്ര ഓടിച്ചിട്ട് എങ്ങനെയെങ്കിലും ഇനിയിപ്പോൾ ഞാൻ ബാറ്ററി ചാർജ് തീർക്കാനാണ് നോക്കുന്നത്. അതായത് കൂടുതൽ നല്ല സ്പീഡിൽ തന്നെ ഡ്രൈവ് ചെയ്താണ് ഞാൻ തീർക്കാൻ നോക്കുന്നത്. ഇപ്പോഴും 60% നമുക്ക് ബാക്കിയുണ്ട്. 153 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഏകദേശം 4 hours നമ്മൾ ഈ വാഹനം ഓടിക്കുന്നുണ്ട്. സ്റ്റോപ്പ് ചെയ്ത ടൈം കൂട്ടുന്നില്ല, അല്ലാതെ തന്നെ 4 hours നമ്മൾ ഈ ഒരു വാഹനം ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. 7.5 km/kWh ആണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അത് നേരത്തെ 8 ആയിരുന്നു, അത് കുറഞ്ഞു. അതായത് നമ്മൾ കയറ്റമൊക്കെ കയറിയ സമയത്ത് അതിൻ്റെ km/kWh കുറഞ്ഞതാണ്. ഓക്കെ, എനിവേസ് ഇനിയും നമ്മൾ ഡ്രൈവ് ചെയ്യാണ്. ഒരു 55 കിലോമീറ്റർ ആകുമ്പോൾ തിരിക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളിൻ്റെ ടോപ്പ് സ്പീഡ് എത്രയാണെന്ന് ഞാൻ നോക്കി. അത് നോക്കിയപ്പോഴേക്കും 170 കിലോമീറ്റർ ആണ് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളിൻ്റെ സ്പീഡ് വരുന്നത്. അപ്പം അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. സാധാരണ ക്രൂയിസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ടിരിക്കുന്ന ഒരു സ്പീഡ് കഴിഞ്ഞ് പിന്നെ ആക്സിലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫായി പോകും. എന്നാൽ ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ടിലൊരു വാഹനം ഉണ്ടെങ്കിൽ നമുക്ക് ഈ വാഹനം കടത്തി വിട്ട് കഴിഞ്ഞ്, ഇപ്പം ഞാനത് കടത്തി വിട്ടു, ഫ്രണ്ടിലത്തെ വാഹനത്തിൻ്റെ സ്പീഡ് വെച്ച് ഇവിടെ ഞാൻ 170 ആണ് കൊടുത്തിരിക്കുന്നത്. ഈ വാഹനം തന്നെ പോവാണ്, ഞാൻ ആക്സിലറേറ്റ് ചെയ്യുന്നില്ല. വാഹനത്തിൻ്റെ സ്പീഡ് കൂടുന്നത് നിങ്ങൾക്ക് കാണാം. ഇനി ആ വാഹനത്തിൻ്റെ ബാക്കിൽ എത്തുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ 170, അതായത് ഈ സ്പീഡ് ഇപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്താണ് പോകുന്നത്. ഫ്രണ്ടിലത്തെ വാഹനത്തിനെ വെച്ച് അതിൻ്റെ ഒരു സ്പീഡ് കൺസിഡർ ചെയ്തേ ഓടിക്കത്തുള്ളൂ. ഇനി ആ വാഹനം നല്ല സ്പീഡിൽ പോവുകയാണെങ്കിൽ എൻ്റെ വാഹനം സ്പീഡ് കൂടും. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ വാഹനവും ബ്രേക്ക് ചെയ്യും. കണ്ടോ, ഓട്ടോ ബ്രേക്കിങ് നടക്കുന്നുണ്ട്. ഇതിപ്പോൾ ചെയ്യുന്നത് ഈ വാഹനമാണ്, സ്പീഡ് കുറയ്ക്കുന്നതല്ല. കണ്ടോ, ഞാനായിട്ടൊന്നും ചെയ്യുന്നില്ല, ആക്സിലറേറ്റ് പോലും ചെയ്യുന്നില്ല. ഇപ്പം ഞാനൊന്ന് ആക്സിലറേറ്റ് ഇല്ല, അന്ന് എന്നിട്ടും ചെയ്യേണ്ടി വന്നില്ല, തന്നെ കയറിപ്പോയി. കണ്ടോ, ഇവിടെ അത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ആ വാഹനം ബ്രേക്ക് ചെയ്യുന്നു, നമ്മുടെ വാഹനം ദേണ്ട ബ്രേക്ക് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, സ്ഥലം കിട്ടി. ഇവൻ പിന്നെ സ്പീഡ് എടുത്ത് പോവാണ്, ശ്രദ്ധിച്ചോണം. കാല് ഞാൻ കൊടുക്കുന്നില്ല.
ഫ്രണ്ടിലത്തെ സ്കൂട്ടറുകാരുള്ളത് കൊണ്ടാണ് സ്പീഡ് എടുക്കാത്തത്. അപ്പം ഞാനൊന്ന് കയറ്റി വിടുകയാണ്. നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ട സ്ഥലം ഇതൊക്കെയാണ്. ഇപ്പോൾ പിന്നെയും ബ്രേക്ക് ചെയ്തു. ഇവിടെ ബ്രേക്കിങ് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, ഇനി ഞാൻ കടത്തി വിട്ട് കഴിഞ്ഞ് ഇനി ഇവൻ തന്നെ കയറിപ്പോക്കോളൂ. ഇനി നിങ്ങൾ നോക്കിക്കോണം. ആക്സിലറേറ്റ് ഞാൻ ചെയ്യുന്നില്ല, ജസ്റ്റ് വിട്ടിരിക്കുകയാണ്. വഴി ഓപ്പണാണ്. പക്ഷേ ഇവിടെ ഈ ബൈക്കിൻ്റെ ആൾക്കാരുള്ളത് കൊണ്ട് പ്രശ്നമില്ല. കണ്ടോ, റെഡ്യൂസ് സ്പീഡ്. പക്ഷേ ഞാനിവിടെ 170 സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒന്നും കൊടുത്തിട്ടില്ല. കയറി പോകുന്നു 100. ഓക്കെ, ഞാനൊന്ന് ബ്രേക്ക് ചെയ്യുകയാണ്, കാരണം വളവാണ് ചെറിയ രീതിക്ക്. ഓക്കെ, ബ്രേക്കിൽ നിന്ന് കാലെടുത്തു. പിന്നെ ഈ വാഹനം കുറഞ്ഞു വരുന്നുണ്ട്. 170 കട്ടായി. ഒന്നുകൂടെ ഞാൻ കൊടുത്തു, ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് അപ്ലൈ ചെയ്താൽ തീർന്നു. അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി. ഏതായാലും സംഗതി കിടുവാകട്ടോ, ഒരു രക്ഷയില്ല. 58% ആയിട്ടുണ്ട്. ഐപെഡൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് ക്രെറ്റ EV വാഹനത്തിലുള്ളൊരു ഫങ്ഷനാണ് ഐപെഡൽ. ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ക്ലസ്റ്റർ മീറ്ററിൽ ഇപ്പം ഐപെഡൽ എന്ന് എഴുതിയിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ലെവൽ 3 റീജനറേഷൻ കഴിഞ്ഞ് ഒന്നുകൂടെ ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നതാണ് ഐപെഡൽ. എന്താണ് ഐപെഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ പെഡൽ, അതായത് ജസ്റ്റ് നമുക്ക് ആക്സിലറേറ്റർ മാത്രം യൂസ് ചെയ്ത് ഈ വാഹനം ഓടിക്കുന്ന ഒരു രീതിയാണ്. അതായത് നമ്മളിപ്പം സാധാരണ രീതിക്ക് ഈ വാഹനം ഓടിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ബ്രേക്ക് ചെയ്യേണ്ടി വരികയാണെങ്കിൽ ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ വാഹനം നല്ല ബ്രേക്കിങ്ങിലോട്ട് പോവുകയാണ്. അതായത് 1 പെഡൽ കൊണ്ട് തന്നെ നമുക്ക് ഈ വാഹനത്തിനെ ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് ഐപെഡൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓടിക്കുകയാണെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ സിറ്റി ഡ്രൈവ്സിലൊക്കെ നമുക്ക് കുറേ കൂടെ കംഫർട്ടബിൾ ആയിരിക്കും. പക്ഷേ ഇത് ഒരു കാരണവശാലും നിങ്ങൾ ഇതുപോലെ ഒരു ഹൈവേ കൂടെ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഈ ഡ്രൈവ് ചെയ്യുന്ന രീതിക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഐപെഡലോ അല്ലെങ്കിൽ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഒരു 2ൻ്റെ മേളിൽ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം അത് നമുക്ക് ഒരുപാട് ലോസസ് ഉണ്ടാക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. നിങ്ങളിപ്പം ഇതുപോലെ നല്ല സ്പീഡിൽ അല്ലെങ്കിൽ നല്ലൊരു ഹൈവേസിലാണ് പോകുന്നതെങ്കിൽ റീജനറേഷൻ ലെവൽ ഓഫ് ചെയ്തിടുന്നതും നല്ലതായിരിക്കും. കാരണം നമുക്ക് അവിടെ റീജനറേഷൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. ഇപ്പം നല്ലൊരു റോഡിൽ കൂടെ പോവുകയാണ്, നമുക്കിതിപ്പം ശരിക്കും 0 ആക്കി ഇട്ട് കഴിഞ്ഞാൽ ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുത്താൽ പോലും വാഹനം അത്യാവശ്യം ആ ഒരു സ്മൂത്ത് റണ്ണിങ്ങിൽ പൊക്കോണ്ടിരുന്നോളും, വേറെ പ്രോബ്ലംസ് വരത്തില്ല. റീജനറേഷൻ നടക്കുന്നില്ലെങ്കിൽ പോലും നമുക്കവിടെ ബാറ്ററിയിൽ നിന്ന് അത്ര ഒരു കൺസപ്ഷനും വരുന്നില്ല. അതൊരു സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മളിവിടെ ഈ ഒരു സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ വാഹനം സ്ലോ ഡൗൺ ആകാൻ നോക്കും. പിന്നെയും ആ ഒരു സ്പീഡ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് എനർജി കൺസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മളൊരു EV വാഹനം ഓടിക്കുന്ന സമയത്ത് റീജനറേഷൻ വളരെ കൃത്യമായിട്ട് നോക്കുക. സിറ്റീസിൽ ഓടിക്കുന്ന സമയത്ത് റീജനറേഷൻ മാക്സിമം, ഹൈവേസിൽ ഓടിക്കുന്ന സമയത്ത് റീജനറേഷൻ ഓഫ് ചെയ്തിട്ടും ചെയ്യുന്നത് ഏറ്റവും നല്ലതെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യും. പിന്നെ അപ് ടു യു, നിങ്ങൾ എങ്ങനെയാണ് ഓടിക്കുന്നതെന്ന് കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കുക. നമ്മൾ ഏകദേശം 56% ബാറ്ററിയുടെ ചാർജ് തീർത്തിരിക്കുകയാണ്. നമ്മൾ ഓടിയിരിക്കുന്ന കിലോമീറ്റർ 172 കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുണ്ട്. 4 മണിക്കൂർ 32 മിനിറ്റാണ് നമ്മളിപ്പോൾ ഈ വാഹനം ഡ്രൈവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏറെക്കുറെ എനിക്ക് ഈ ഒരു 170 കിലോമീറ്റർ ഓടിച്ചതിൽ ഒരു രക്ഷയില്ലെന്ന് തന്നെ പറയാനുള്ളൂ. കാരണം അടിപൊളി എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. ശരിക്കും അതിൻ്റെ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ ഫീൽ ചെയ്ത് തന്നെയാണ് ഡ്രൈവ് ചെയ്തേക്കുന്നത്. ഡ്രൈവിൽ നമുക്ക് ഈ റൂഫൊക്കെ ഓപ്പൺ ചെയ്തിട്ട് നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഒക്കെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിച്ചു. ഏകദേശം എല്ലാം അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തിൻ്റെ അഭിപ്രായം? കിടുവായിരുന്നു. ജിതിനെ എങ്ങനെയുണ്ടായിരുന്നു? യെസ്, പെർഫോമൻസും പവറും ഒരു രക്ഷയില്ലെന്ന് തന്നെ പറയാം കേട്ടോ. അത് ഞാനത് പിന്നെ എടുത്ത് പറയുന്നത്, നിങ്ങൾ ഈ വാഹനം ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കണം. ഡ്രൈവ് ചെയ്താൽ ഇതിൻ്റെ കൃത്യ ഔട്ട്പുട്ട് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഏതായാലും ഇവിടെ ഞാൻ തിരിക്കുകയാണ്. 56% ഞാൻ തിരിച്ചൊന്ന് ഡ്രൈവ് ചെയ്യുക. എങ്ങനെയുണ്ടെന്നുള്ളതും കൂടെ നമുക്കൊന്ന് നോക്കാം. ഏതായാലും 3 പേരെ വെച്ച് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റേതായൊരു റേഞ്ച് കുറയണം, അത് നോർമലാണ്. ഏതായാലും ഞങ്ങൾ ഇവിടുന്ന് തിരിക്കുകയാണ്. ഇനി ടോളൊക്കെ കൊടുക്കേണ്ടി വരും. ടോൾ കൊടുക്കാതെ ഞങ്ങൾ ഇവിടുന്ന് തിരിയാണ്. തേനി ഇനിയിപ്പോൾ ഇവിടുന്ന് വലിയ ദൂരമില്ല, തേനി ഇവിടുന്ന് അടുത്താണ്. ഏതായാലും ഞങ്ങൾ തിരിക്കുന്നു. യെസ്, അങ്ങനെ ഡ്രൈവൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിയൊക്കെയാണ്. ഇപ്പോഴത്തെ കിലോമീറ്റർ ഞാനൊന്ന് കാണിച്ചു തരാം. അതായത് 336 കിലോമീറ്റർ നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ഇനി 13% ബാക്കിയുണ്ട്. 51 കിലോമീറ്ററും കൂടെ ഓടാൻ സാധിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 13 കിലോമീറ്റർ കൂടെ കണ്ടപ്പോഴേക്കും ഞാൻ പിന്നെ അധികം വെച്ച് നീട്ടണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് പതുക്കെ ഷോറൂമിലോട്ട് കൊണ്ടുവന്ന് ഇനി ചാർജ് ചെയ്യാൻ വേണ്ടി ഇടാമെന്ന് വിചാരിച്ചു. ഇപ്പം 336 കിലോമീറ്റർ നമുക്കിവിടെ ഒരു
റേഞ്ച് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇനിയും 51 കിലോമീറ്റർ കൂടെ ഓടാനുണ്ട്. അതായത് ഒരു 370 അല്ലെങ്കിൽ 380 കിലോമീറ്ററാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ 336 കിലോമീറ്റർ നമുക്ക് കിട്ടി. ഞാൻ പറഞ്ഞ പോലെ ഏകദേശം ഒരു 370 കിലോമീറ്റർ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. പക്ഷേ ഞാൻ ഇതിനകത്ത് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഒരു വാഹനം ഓടിച്ച രീതി നിങ്ങളെല്ലാം കണ്ടായിരുന്നു. ഒരു മയവും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിക്ക് തന്നെ ആക്സലറേറ്റ് ചെയ്താണ് ഓടിച്ചിരിക്കുന്നത്. അല്ലാതെ റേഞ്ച് കൂടുതൽ കിട്ടാനോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ബാറ്ററിയുടെ ലെവൽ നമുക്ക് ഈ കാണിക്കുന്ന ഒരു റേഞ്ച് കൂടുതൽ കാണിക്കാൻ വേണ്ടി ഞാനിവിടെ നോക്കിയിട്ടില്ല. ലെവൽ 2 ആണ് ഞാൻ ഇട്ടിരുന്ന റീജനറേഷൻ. അത് മാത്രമല്ല ഞാൻ യൂസ് ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് ത്രോട്ടിൽ കൊടുത്ത് തന്നെയാണ്, അതായത് നല്ല രീതിക്ക് ആക്സലറേറ്റ് ചെയ്ത് തന്നെയാണ് ഓടിച്ചത്. നല്ല കിടിലൻ മഴയായിരുന്നു, റോഡ് കണ്ടീഷൻ പക്ഷേ തമിഴ്നാട്ടിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ കിടുവായിരുന്നു. ഏതായാലും ഓവറോൾ ഞാൻ പറയുന്ന ഒരു കാര്യം, വാഹനം അടിപൊളിയാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ സാധിക്കും. നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കണം. ഒരു കാരണവശാലും ടെസ്റ്റ് ഡ്രൈവ് എടുക്കാതിരിക്കരുത്, ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കണം. ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനിവിടെ നമ്പർ കൊടുത്തേക്കാം, നമ്മുടെ പോപ്പുലർ ഹുണ്ടായിലെ നമ്പർ കൊടുത്തേക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. എന്താവശ്യം ഉണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് ഡ്രൈവോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.